നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെയ്യുന്നത് എന്താണെന്നറിയൂ. സാധാരണ നമ്മൾ ചിക്കൻ സൂപ്പും ചിക്കൻ തോരനും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ എല്ല് കളയല്ലേ ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു കിടിലൻ കറി ഉണ്ടാക്കിയാലോ. ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്, ഒരു 1.5 ടേബിൾ സ്പൂണോളം. അതിനുശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു, വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി ഇത്രയുണ്ട് ഉള്ളി, ഒരു 1/4 കപ്പ് ഉള്ളി അതങ്ങ് ചേർത്ത് കൊടുത്തു. ചെറിയ ഉള്ളി അത് തന്നെ ചേർക്കണം, അപ്പോഴാണ് നമുക്ക് ഈ കറിയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ തോരൻ. അപ്പോൾ അത് വെച്ചിട്ട് ചിക്കൻ നമ്മൾ എല്ലിൽ നിന്ന് അത് അങ്ങ് പിച്ചി എടുത്തിട്ടാണല്ലോ തോരൻ വെച്ചത്. അപ്പോൾ ആ എല്ല് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടണം, അതുവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി, സ്വല്പം വലുതായിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അതങ്ങ് ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണേ. ഈ കറി നമുക്ക് ഇടിയപ്പം, അപ്പം, ചോറ് ഇതിനൊക്കെ വളരെ നന്നായിരിക്കും കേട്ടോ. അടുത്ത് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒന്നര ടീസ്പൂൺ തന്നെ മുളക് പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അടിക്കൊന്നും പിടിക്കാതെ നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ചിക്കൻ്റെ എല്ലുണ്ടല്ലോ, അത് നന്നായിട്ട് ഒരു 8 മിനിറ്റോളം ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ വെള്ളത്തോടു കൂടി ഇത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ അതിൽ ഇറങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ അത്. അപ്പോൾ നമ്മുടെ കറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അന്ന് ഞാൻ ചിക്കൻ തോരൻ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ കുക്കറിലിട്ടിട്ട് 2 വിസിലടിപ്പിച്ചിങ്ങ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എല്ലിലൊക്കെ ഒരുപാട് അതിൻ്റെ എസൻസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇനി അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വരണമല്ലോ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10-12 മിനിറ്റ് ഇരുന്ന് വേവട്ടെ. ഈ ഉരുളക്കിഴങ്ങിലേക്കൊക്കെ നമ്മുടെ ആ ചിക്കൻ സ്റ്റോക്കും അതൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു കേട്ടോ. ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്താണ് അടിച്ചെടുത്തത്. അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊന്ന് കുറുകി വരണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിക്കളയാം. അപ്പോൾ നല്ല കിടക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ. ഉപ്പെല്ലാം പാകത്തിനുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് 2 കോഴിമുട്ട പുഴുങ്ങിയത് അതങ്ങ് ചേർത്ത് കൊടുത്തു.
സാധാരണ നമ്മൾ ഇതുപോലെ എടുത്തിട്ടുള്ള എല്ലൊക്കെ കളയുകയാണല്ലോ പതിവ്. അങ്ങനെ കളയാതെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ചിക്കൻ കറിയേക്കാളിലും ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് അടച്ച് വെക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കിടുക്കാച്ചി ചിക്കൻ എല്ല് കൊണ്ടുള്ള കറി ഇവിടെ പൂർണ്ണമായി. താങ്ക് യു.